രസം എങ്ങനെ വെക്കാം നോക്കട്ടെ. ഞാൻ തക്കാളി ഒക്കെ ഉണ്ടോ? ബെസ്റ്റ് ഉള്ള തക്കാളി 12 വരെ. ചുവേ നമുക്ക് തക്കാളി വെച്ചാൻ പോയാലോ? റെഡിയാണോ അച്ചു? റെഡിയാണോ? എന്നാ നമുക്ക് തക്കാളി വെച്ചാ പോ. മോനെ പിടിച്ചോ. കിങ്ങമ്മയോ? അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു തക്കാളി തോട്ടം ഒക്കെ ഉണ്ട് കേട്ടോ. തക്കാളി മാത്രമല്ല, വീട്ടിൽ വേണ്ട ആവശ്യത്തിനുള്ള വെജിറ്റബിൾസിനൊക്കെ വേണ്ടി ചെറിയ ചെറിയ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നത് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇത് രസത്തിന് വേണ്ട തക്കാളിയും പിച്ചം ഓടി വെച്ചു കൂട്ടാ. അപ്പം ഇവിടെ കുറച്ച് ചേനയും ചേമ്പും അതും ഇതൊക്കെ നട്ടുകൊണ്ട് ഇങ്ങനെ അതിന്റെ പല്ലുകൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ കാട് പിടിച്ചെടുക്കുന്ന അവസ്ഥയാണ് കേട്ടോ. അപ്പൊ ഇതാണ് അതെ നമ്മുടെ തക്കാളി. ഇതാണ് ഇതിപ്പോ ഞങ്ങൾ 3-4 വട്ടം ഓൾറെഡി ഇതിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം പഴുത്ത് നിൽക്കുന്നത് ഇതാണ് 2 ഉള്ളൂ കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ല പുഷ്ടിയുണ്ട്. ഇത് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ എന്തോ? ഇത് കണ്ട? ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ ചെടികൾക്ക് ഇതേപോലെ ഈ ഉള്ളിയുടെ തൊലിയും അങ്ങനെയൊക്കെ കൊണ്ടിടും. അങ്ങനെ കൊണ്ടിട്ട വഴിക്ക് തക്കാളിയുടെ അരി കിടന്ന് ചെടിച്ചട്ടിയിൽ കിടന്ന് കിളിച്ച തൈകളാണ് ഇത് ആക്ച്വലി. അപ്പം അത് നമ്മള് നല്ല പുഷ്ടിയോടെ വരുന്ന കണ്ടുകൊണ്ട് ഞങ്ങൾ മാറ്റി നട്ട് ഇതേപോലെ. ഇതൊക്കെ പപ്പയുടെ പണിയാണ് കേട്ടോ, എന്റെ പണിയല്ല. പപ്പയാണ് ഇതെല്ലാം ചെയ്യുന്നത്. മാറ്റി ഇതില് ഇങ്ങനെ കമ്പും മോതയൊക്കെ കൊടുത്ത് റെഡിയാക്കിയതാണ്. പിന്നെ ഇതിന് അച്ചുപിച്ചല്ലേ വളം നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഈ വേസ്റ്റ് ഇല്ലേ, പച്ചക്കറിയുടെ വേസ്റ്റ് ആയാലും പഴത്തിന്റെ വേസ്റ്റ് ആയാലും ഇങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം അയ്യത്ത് കളയാതെ അത് നമ്മൾ ചെറിയൊരു കുഴല് പോലുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ എല്ലാ വേസ്റ്റും, അതായത് പ്ലാസ്റ്റിക് ഒന്നും അല്ല, അല്ലാതുള്ള എല്ലാ അഴുകുന്ന എല്ലാ വേസ്റ്റും അതിൽ കൊണ്ടിട്ട് കുറെ നാൾ കഴിയുമ്പോൾ ഇതങ്ങ് പുഴു തിന്ന് നല്ല വീര്യമുള്ള ബാക്ടീരിയ വളമായി മാറും. പിന്നെ അപ്പൊ നമുക്ക് ജസ്റ്റ് വീട്ടിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത നല്ല അടിപൊളി പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് കിട്ടുന്ന ചെറിയൊരു ടൈം, കുറച്ച് സമയം, എന്നും ഒരു അരമണിക്കൂറോ 15 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിനെല്ലാരും ഒന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും കാണും. ഗ്രോ ബാഗ് ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സ്പേസ് ഇല്ലാത്തവർക്ക് ടെറസിന്റെ മേലിലോ അല്ലെ വീടിന്റെ നമ്മുടെ ഷെയ്ഡിന്റെ താഴെയൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഗ്രോ ബാഗിലിട്ട് പച്ചക്കറികൾ കൃഷി ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, നല്ല മുറ്റിയതാണ് കേട്ടോ, നല്ല കളറായിട്ടുണ്ട്. അപ്പൊ കുറേയും കൂടി പഴുക്കാൻ നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും ഇത് വവ്വാൽ അടിച്ചോണ്ട് പോകും. അതുകൊണ്ടാണ് കേട്ടോ. അത് മാത്രമല്ല, നമുക്കിന്ന് കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തക്കാളി ഇല്ല, ഇനിയിപ്പോ പോയി വാങ്ങണ്ട. 2 തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ. കാണിച്ചു ചേച്ചിക്കുട്ടെ, ഒന്ന് കാണിച്ചേ. നമ്മള് ബാക്കിയൊന്നും വെച്ചുന്നില്ല, കാരണം ബാക്കിയൊന്നും കളറായിട്ടില്ല, നല്ല പച്ചയ്ക്ക് നിൽക്കുകയാണ്. താഴെ ഇടാതെ മോനെ. അപ്പൊ പിന്നെ ഇത് കണ്ടോ, അതേപോലെ തന്നെ ഈ ചീനികൾ നമ്മളൊരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് നട്ടിരിക്കുന്ന ചീനികളാണ്. നോർമലി നമ്മൾ ചീനി നടുന്നത് നമുക്കറിയാം, തടമൊക്കെ എടുത്തിട്ട് കമ്പ് മുറിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ് പതിവ്. അപ്പം ആ രീതിയിലല്ല ഞങ്ങൾ ഈ ചീനി നട്ടിരിക്കുന്നത്. ഇത് നട്ടിട്ട് ഏകദേശം 1 മാസം ആയിട്ടില്ല കേട്ടോ. ഇതിന്റെ ആ ഒരു വളർച്ച നിങ്ങൾ കണ്ടോ. സാധാരണ 1 മാസത്തിൽ ഒരിക്കലും ചീനി ഇത്രയും ലെങ്ത് വെക്കത്തില്ല. അപ്പം ഇതെങ്ങനെ ചെയ്തെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് ചെയ്തത് ആക്ച്വലി ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല. അത് പപ്പയായിരിക്കും. പപ്പയോട് പറഞ്ഞിട്ട് ഞാനത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം എന്താ പറയാ, അപ്പൊ നിങ്ങൾ ഈ റിസൾട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 1 മാസം കൊണ്ട് ഇത്രയും എന്ത് മോനെ താഴെ നിൽക്കണം. അപ്പൊ 1 മാസം കൊണ്ട് ഒരിക്കലും ഇത്രയും ഒരു വളർച്ച ചീനിക്ക് വരത്തില്ല. പിന്നെ ഇതിന്റെ റിസൾട്ടും ഭയങ്കരമായിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം ഇതെങ്ങനെയാണ് ഈ ചീനി വെച്ചെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയോട് ഞങ്ങളുടെ കുട്ടി ബ്ലോഗ്.